വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതോടെ നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്ക് പുതുജീവൻ വെച്ചിരിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുമുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ ഇനിയുള്ള പ്രതീക്ഷ കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹദിയുടെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നത് മാത്രമാണ്. യമനിലെ മതപണ്ഡിതന്മാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചർച്ചകളിലാണ് ഇതിനുള്ള സാധ്യത തെളിയുന്നത്. എന്നാൽ വധശിക്ഷയിൽ കുറഞ്ഞ് ഒന്നും സ്വീകാര്യമല്ലെന്നും ദയാദനം വാങ്ങി ഒത്തുതീർപ്പിനില്ല എന്നും കൊല്ലപ്പെട്ട തലാൽ അബ്ദുമഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി നിലപാടെടുത്തതോടെ ചർച്ചകൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയുമാണ്. തലാലിന്റെ കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമായിട്ടില്ല. സഹോദരനെ അടക്കം അനുനയിപ്പിച്ചാൽ മാത്രമേ ഇനി ചർച്ചയിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചർച്ചകൾ ചിലപ്പോൾ നീണ്ടേക്കാമെന്നും മധ്യസ്ഥ സംഘത്തിലെ പ്രതിനിധികൾ കരുതുന്നു. ശിക്ഷ നീട്ടിവെച്ചതിനാൽ വീണ്ടും ഇടപെടലിനായി കേന്ദ്ര സർക്കാരും നീക്കം നടത്തുന്നുണ്ട്. അതേസമയം നിമിഷപ്രിയയുടെ മോചന ശ്രമവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ യമനിൽ പ്രചരിച്ചത് മധ്യസ്ഥ ചർച്ചകൾക്ക് പ്രതികൂലമായി ബാധിച്ചുവെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിനെതിരെ യുവാക്കൾ പ്രതിഷേധം നടത്തുന്ന സ്ഥിതിവിശേഷം പോലും ഇതിന്റെ ഭാഗമായി യമനിലുണ്ടായി എന്നും ഇത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യമാണ് എന്നും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ചിലരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നിമിഷയുടെ മോചന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നത് മലയാളികൾക്ക് തന്നെ അപമാനകരമായ കാര്യമാണ് എന്നും ആക്ഷൻ കൗൺസിൽ പറയുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ സുഗമമായി നടന്നിരുന്ന മധ്യസ്ഥ ചർച്ചകൾക്ക് പ്രയാസം നേരിടുന്നുവെന്നും ദയവ് ചെയ്ത് നിമിഷയുടെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ക്രെഡിറ്റിനു വേണ്ടിയുള്ള തർക്കങ്ങളും റേറ്റിംഗ് വർദ്ധിപ്പിക്കാനുള്ള വാർത്തകളും നടത്തരുത് എന്നുമാണ് ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി 5 വർഷമായി ആക്ഷൻ കൗൺസിൽ നിയമ പോരാട്ടങ്ങളും നയതന്ത്ര ഇടപെടലുകളും നടത്തിയെന്നും എന്നാൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെയാണ് ചർച്ചകൾ ഫലം കണ്ടത് എന്നും ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നു. കാന്തപുരത്തിന്റെ ശ്രമങ്ങൾക്ക് ഒരുമിച്ച് പിന്തുണ നൽകണമെന്നും മറ്റെല്ലാ അപസ്വരങ്ങളെയും ഒഴിവാക്കണമെന്നുമാണ് ഇവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. സമ്മർദ്ദത്തെ തുടർന്ന് നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എത്ര സമയമെടുത്താലും വധശിക്ഷ നടപ്പാക്കും വരെ കാത്തിരിക്കുമെന്നാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അനുരഞ്ജനത്തിനുള്ള ശ്രമത്തോട് പൂർണ്ണമായി വിസമ്മതിക്കുന്നുവെന്നാണ് അബ്ദുൽ ഫത്താഹ് മഹദി വ്യക്തമാക്കിയിരിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ഉറപ്പാക്കാനാകൂവെന്നും രക്തം വില കൊടുത്ത് വാങ്ങാനാകില്ല എന്നുമുള്ള വൈകാരികമായ ഒരു കുറിപ്പാണ് ഫത്താഹ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഈ കുറിപ്പിന് താഴെ വധശിക്ഷയെ പിന്തുണച്ചാണ് യമനികൾ കൂടുതലും കമന്റ് ഇടുന്നതും. ഫത്താഹിന്റെ പോസ്റ്റിന് താഴെ നിമിഷപ്രിയയ്ക്കായി മലയാളികളും കമന്റ് ഇടുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമ. ഈ സ്ത്രീയോട് നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇരു ലോകത്തും പ്രതിഫലം നൽകും. അവളുടെ മകളുടെയും അവളുടെ വൃദ്ധയായ അമ്മയുടെയും പേരിൽ അവളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നൊക്കെയാണ് ചില മലയാളികൾ കമന്റ് ഇട്ടിരിക്കുന്നത്. അതേസമയം ഉയർന്ന വധശിക്ഷാ നിരക്കിന് പേരുകേട്ട രാജ്യമാണ് യമൻ. പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്ന വ്യക്തികളെയും ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാറുണ്ട്. ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെക്കൽ, കല്ലെറിയൽ, തലവെട്ടൽ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വധശിക്ഷാ രീതികളാണ് യമനിൽ നിലനിൽക്കുന്നത്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അടുത്തിടെ ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതാണ് സാധാരണയായി പിന്തുടർന്നു വരുന്നത്. ശരിയത്ത് തത്വങ്ങളിൽ ക്രിമിനൽ കോടതികൾക്ക് കീഴിലാണ് യമനിലെ വിചാരണകൾ നടക്കുന്നത്. വധശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ വിധിന്യായങ്ങൾ പലപ്പോഴും പുരുഷ സാക്ഷികളുടെ മൊഴിയെയും കുറ്റസമ്മതത്തെയും ആശ്രയിച്ചിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ പ്രതികൾക്ക് ഒന്നിലധികം തലങ്ങളിൽ അപ്പീൽ നൽകാം. യമൻ സുപ്രീം കോടതിയും അത് അവലോകനം ചെയ്യും. യമൻ പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ ഒരു വധശിക്ഷയും നടപ്പിലാക്കാൻ കഴിയില്ല. എന്നാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രസിഡന്റും അനുമതി നൽകിക്കഴിഞ്ഞു. പിന്നെ ആകെയുള്ള വഴി ബ്ലഡ് മണിയാണ്. ഇസ്ലാമിക നിയമമനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്ക് കുറ്റവാളികളെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. കൊലപാതകത്തിന്റെ കാര്യത്തിൽ ഈ തത്വം ഇരകളുടെ കുടുംബങ്ങൾക്ക് ബാധകമാണ്. നഷ്ടപരിഹാരം നൽകുന്നതിന് പകരമായി ഇരയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാം. ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര നീതി ഉറപ്പാക്കുന്നതിനൊപ്പം ക്ഷമയുടെ ഗുണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ആശയമെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. പ്രതിയുടെ കുടുംബമോ പ്രതിനിധികളോ ഇരയുടെ കുടുംബവുമായുള്ള ചർച്ചയിലൂടെയാണ് സാധാരണയായി തുക നിശ്ചയിക്കുന്നത്.
ഇത് പലപ്പോഴും സ്വകാര്യമായിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മാപ്പ് നൽകാൻ തയ്യാറായാൽ മാത്രമേ മോചനം സാധ്യമാവുകയുള്ളൂ. നിമിഷപ്രിയയുടെ കേസിൽ വധശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ $10 ലക്ഷം ദിയാദനമായി നൽകാമെന്നാണ് ഏറ്റവും ഒടുവിൽ യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ മാപ്പ് നൽകുന്നതിനോട് വിയോജിച്ചതാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വിലങ്ങുതടിയായിരിക്കുന്നത്. മാപ്പ് നൽകാൻ ഇരയുടെ കുടുംബം വിസമ്മതിച്ചാൽ പിന്നെ മിക്ക കേസുകളിലും വെടിവെച്ചാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. സാധാരണയായി ജയിലുകളിലാണ് വധശിക്ഷ നടപ്പിലാക്കുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയിട്ടുമുണ്ട്. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചുമാറ്റിയ ശേഷം പുതപ്പോ കാർപ്പറ്റോ വിരിച്ചിട്ടുള്ള തറയിൽ മുഖം കീഴോട്ടാക്കി കമിഴ്ത്തി കിടത്തും. തുടർന്ന് ആരാച്ചാർ ശിക്ഷ നടപ്പാക്കും. ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് വെടിവെക്കും. വെടിവെക്കുന്നതിന് മുന്നേ തന്നെ പ്രതിയുടെ ഹൃദയം ഏത് ഭാഗത്താണ് എന്ന് ആരാച്ചാർക്ക് ഡോക്ടർമാർ കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ആരാച്ചാർ വെടിവെക്കുന്നത്. മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായി വിട്ടുനൽകും. യമനിൽ വധശിക്ഷകൾ നൽകുന്നത് വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഹൂതി സൈന്യത്തിന് സ്വാധീനമുള്ള വടക്കൻ പ്രദേശങ്ങളിൽ. 2014 സന പിടിച്ചെടുത്തതിന് ശേഷം ഹൂതികൾ അക്രമ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമല്ല ധാർമ്മികവും രാഷ്ട്രീയപരവുമായ കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നൽകുന്നുണ്ട്. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്നും തെറ്റായ അന്വേഷണവും പ്രതിരോധിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നത് മൂലവുമാണ് പലപ്പോഴും വധശിക്ഷകൾ വിധിക്കുന്നത് എന്നും വിമർശകർ പറയുന്നുണ്ട്. കൊലപാതകം, ബലാത്സംഗം, ഭീകരവാദം, ചാരവൃത്തി, വിശ്വാസം ഉപേക്ഷിക്കൽ, വ്യഭിചാരം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് യമനിൽ വധശിക്ഷ നൽകുന്നത് നിയമപരമാണ്. മുൻപ് പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും വധശിക്ഷ നൽകിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ മനുഷ്യാവകാശ സംഘടനകൾ യമനിന്റെ ഈ നടപടിക്കെതിരെ പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യായമായ വിചാരണ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ വധശിക്ഷകൾ നിർത്തണമെന്ന് UN വിദഗ്ധർ യമനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ ഇന്ത്യൻ എംബസിയോ ഇല്ല. യമനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2016 മുതൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് യാത്രാവിലക്കുമുണ്ട്. എംബസിയുടെ പ്രവർത്തനങ്ങൾ യമനിൽ കാര്യമായില്ല. ഗോത്ര സമുദായങ്ങളാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തലസ്ഥാനമായ സന ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുമാണ്. ഹൂതി അധികാരികളുമായി ഇന്ത്യക്ക് ഔപചാരിക ബന്ധവുമില്ല. ഇത് നയതന്ത്ര ഇടപെടൽ സങ്കീർണമാക്കി. ഇതോടെയാണ് കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ നിർണായകമായത്. കാന്തപുരത്തിന്റെ സുഹൃത്തായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിദ് വഴിയാണ് ഇപ്പോൾ യമനിൽ ചർച്ചകൾ നടക്കുന്നത്. ഹബീബ് ഉമറിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം നോർത്ത് യമനിൽ അടിയന്തര യോഗവും ചേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്റൂഹിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഉത്തര യമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ആളിക്കത്തിയ കൊലക്കേസാണ് തലാലിന്റേത്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നീട്ടിവെച്ചുവെങ്കിലും ദയാദനം നൽകി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതുവരെ ചർച്ചകൾ തുടരേണ്ടതുണ്ട് എന്നാണ് കാന്തപുരം അറിയിച്ചിരിക്കുന്നത്. തലാലിന്റെ കുടുംബാംഗങ്ങൾ മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയിലാണ് കാന്തപുരവും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും.